ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും മറിയം തോപ്പിലിന്റെയും മകനായിട്ട് 1805 ഫെബ്രുവരി 10 ആലപ്പുഴക്കടുത്തുള്ള കൈനിക്കരയിൽ ആണ് ചാവറയച്ചൻ ജനിച്ചത്. ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായ പ്രചോദനത്താൽ വിശുദ്ധൻ സെയിന്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു. 1818 കുര്യാക്കോസിന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു. 1829 നവംബർ 29 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും ചേന്നിക്കര പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1861 വരാപ്പുഴ മെത്രാപ്പോലിത്ത വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ സീറോ മലബാർ സഭയുടെ വികാരി ജനറലായി നിയമിച്ചു. കത്തോലിക്ക സഭയിലെ CMI എന്ന സന്യാസ സഭയുടെ സ്ഥാപകന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായി വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1871 ജനുവരി 3 മരിച്ചത്. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വിശുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച സ്ഥാനമായ കൂനമാവിൽ നിന്നും മാന്നാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവ്വം അവിടെ സെയിന്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദൈവികതയും തന്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിലും മാന്നാനം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ആണ്ടുതോറും ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിച്ചു വരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വഴിതെളിച്ച ഒരാളാണ് വിശുദ്ധ ചാവറയച്ചൻ. കത്തോലിക്ക സഭയുടെ ഓരോ പള്ളിയോടും ചേർന്ന് ഒരു പള്ളിക്കൂടം എന്ന ആശയം നടപ്പിൽ വരുത്തിയത് ഈ വിശുദ്ധന്റെ മുഖ്യ പങ്ക് വഹിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകൾ പള്ളിക്കൂടം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. മാർപ്പാപ്പ കോട്ടയത്തെ നാഗമ്പടം മൈതാനത്ത് വെച്ച് ധന്യനായ ദൈവദാസൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും അൽഫോൺസ മട്ടത്തുപാടത്തെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. പിന്നീട് 2014 നവംബർ 23 ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.